ഈ 19-ാം തീയതി നിലമ്പൂരിലെ വോട്ടർമാരായ നിങ്ങൾ നടത്താൻ പോകുന്ന വിധിയെഴുത്ത് അത് ഈ നിയോജക മണ്ഡലത്തിലെ അടുത്ത 8-10 മാസത്തെ MLA-യെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ളതല്ല. 2026-ൽ കേരള ഭരണത്തിലേക്കുള്ള UDF-ന്റെ തിരിച്ചുവരവിന്റെ തുടക്കം കുറിക്കുന്ന അതിഗംഭീരമായ ഒരു ജനകീയ വിലയിരുത്തലായി ഈ തെരഞ്ഞെടുപ്പ് വിധിയെഴുത്തിനെ മാറ്റാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ 1-2 ആഴ്ചയായി നിയോജക മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചുറ്റി സഞ്ചരിക്കുകയാണ്. നിരവധി ആളുകളുമായിട്ട് സംസാരിക്കുകയാണ്. വിവിധ ജനവിഭാഗങ്ങളുടെ പ്രതിനിധികളുമായി ആശയവിനിമയം നടത്തുകയാണ്. ഈ 9 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണത്തിൽ സംതൃപ്തരാണ് എന്ന് പറയുന്ന ഒരാളെ പോലും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഒരു ജനവിഭാഗത്തെ പോലും നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കില്ല. എല്ലാവരും പരാതിക്കാരാണ്. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് വിലക്കയറ്റത്തിന്റെ രൂക്ഷത എത്രത്തോളം നമ്മുടെ സാധാരണക്കാരന്റെ കുടുംബ ബജറ്റിനെ തകർക്കുന്നുണ്ട് എന്ന് വിശദീകരിക്കേണ്ട കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. പറഞ്ഞതുപോലെ കഴിഞ്ഞ ആഴ്ചയാണല്ലോ വലിയൊരു നാൾ ഉണ്ടായിരുന്നത്. നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഒരു പെരുന്നാൾ ചന്ത ഈ സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെട്ടോ? സാധനങ്ങൾ വിലക്കുറവിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടി അല്ലേ? 1.5 മാസമായല്ലോ ചെറിയ പെരുന്നാള്. എവിടെയെങ്കിലും ഒരു റംസാൻ ചന്ത ഈ സർക്കാരിന് നടത്താൻ സാധിച്ചോ? അതിന്റെ 2 ആഴ്ച മുമ്പായിരുന്നല്ലോ വിഷു വന്നത്. എവിടെയെങ്കിലും ഒരു വിഷു ചന്ത സാധാരണക്കാരന് സഹായമാവുന്ന തരത്തിൽ ഈ സർക്കാരിന്റെ ഇടപെടലിന്റെ ഭാഗമായി നമുക്ക് കാണാൻ സാധിച്ചോ? ഒരു 6 മാസം മുമ്പ് എവിടെയെങ്കിലും ഒരു ക്രിസ്മസ് ചന്ത ഈ സർക്കാർ നടത്തിയോ? പിന്നെ എന്തിനാണൊരു സർക്കാർ ഇതുപോലെ സാധാരണക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ഇതാ ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയാൻ വേണ്ടി നമുക്ക് പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കാൻ സാധിക്കുന്ന ഒരു ആശാ കേന്ദ്രം എന്ന നിലയിലാണ് ഒരു സർക്കാർ ജനാധിപത്യത്തിൽ പ്രത്യക്ഷമാകേണ്ടത് എങ്കിൽ കഴിഞ്ഞ 9 വർഷമായി നമുക്ക് അനുഭവം ഉണ്ടാകുന്നില്ല. ഓരോ ജനവിഭാഗങ്ങളും ആശാവർക്കർമാരുടെ കാര്യം ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു എന്ന് എനിക്കറിയാം. ഇന്നലെ രാവിലെ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ ഞാനൊരു പരിപാടിയിൽ പങ്കെടുത്തു. അധ്യാപകരുടെ സമരമായിരുന്നു. സാധാരണ അധ്യാപകരല്ല. 2016 മുതൽ 2021 വരെ 5 വർഷം ജോലി ചെയ്തിട്ട് ആ 5 വർഷത്തെയും ശമ്പളം 1 മാസം പോലും കിട്ടാത്ത ആളുകൾ കുടുംബത്തോടു കൂടി വന്ന് അവിടെ സമരം ചെയ്യുകയായിരുന്നു. 5 വർഷം. ഒരു 3 മാസം ശമ്പളം ഇല്ലാണ്ട് ജോലി ചെയ്യാനൊക്കെ ആളുകൾ തയ്യാറാവും. 6 മാസം വരെ ഓക്കെയാണ്. 1 വർഷം വരെ സഹിച്ചു നിൽക്കും. 5 വർഷം ജോലി ചെയ്തിട്ടും ശമ്പളമില്ല. ഇലക്ട്രിസിറ്റി ചാർജിന്റെ വർധനവ്, വെള്ളക്കരത്തിന്റെ വർധനവ്, വീട്ടുനികുതിയുടെ വർധനവ്, PSC റാങ്ക് ലിസ്റ്റിൽ ജോലി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ റാങ്ക് ലിസ്റ്റിന്റെ ഏറ്റവും ഉന്നത തലങ്ങളിൽ ഇടം പിടിച്ചിട്ടും ഒരു ജോലിക്ക് വേണ്ടി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മുട്ടുകാലിൽ എഴയേണ്ടി വരുന്ന, ശയന പ്രദക്ഷിണം ചെയ്യേണ്ടി വരുന്ന, മുടിമുണ്ടനം ചെയ്യേണ്ടി വരുന്ന ഏറ്റവും അർഹതപ്പെട്ട ഉദ്യോഗാർത്ഥികൾ. അങ്ങനെ നോക്കുമ്പോൾ ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരുടെ പ്രതിനിധികളെയാണ് നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കുന്നത്. അവരിൽ നമുക്ക് വിശ്വാസമുണ്ട്. അവരുടെ ജനാധിപത്യ വിവേകത്തിൽ നമുക്ക് പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ചരിത്ര ഭൂരിപക്ഷത്തിന് ഈ നാടിനെ തകർക്കുന്നവരുടെ മുഖമടിച്ചുള്ള ഒരു പ്രഹരമായി മാറുന്ന അതിഗംഭീരമായ ഒരു ഭൂരിപക്ഷത്തിന് ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന UDF-ന്റെ സ്ഥാനാർത്ഥി ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കും. ആ വിജയം ഉറപ്പുവരുത്തുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ഈ കേരളത്തിന് വേണ്ടി നിലമ്പൂരുകാർ ഏറ്റെടുക്കേണ്ടത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങൾ 19-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ആര്യാടൻ ഷൗക്കത്തിന്റെ ചെറിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം മുദ്രണം ചെയ്ത ആ ബാലറ്റ് മെഷീൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിന്റെ തൊട്ടപ്പുറത്ത് ആര്യാടൻ ഷൗക്കത്ത് എന്ന പേര് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിന്റെ തൊട്ടപ്പുറത്ത് കൈപ്പത്തി എന്ന് പറയുന്ന നമ്മുടെ അഭിമാന ചിഹ്നം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 4 പതിറ്റാണ്ട് കാലം ആര്യാടൻ മുഹമ്മദിന് നിങ്ങൾ വോട്ട് ചെയ്ത അതേ കൈപ്പത്തി, ഇന്ത്യയുടെ അഭിമാന താരം രാഹുൽ ഗാന്ധിക്ക് 2 തവണ നിങ്ങൾ കുത്തിയ അതേ കൈപ്പത്തി, 4.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ഈ വയനാടിന്റെ പ്രിയങ്കരിയായ പ്രിയങ്ക ഗാന്ധിയെ മാറ്റിയ അതേ കൈപ്പത്തി, ആ കൈപ്പത്തി ചിഹ്നത്തിന്റെ തൊട്ടപ്പുറത്ത് ആ നീല ബട്ടണിൽ നിങ്ങൾ വിരലമർത്തുമ്പോൾ
ആ വിരലിലൂടെ ജനാധിപത്യത്തിന്റെ സുവർണ മുദ്രയായി രേഖപ്പെടുത്തപ്പെടുന്നത് 3.5 കോടി മലയാളികളുടെ പ്രതീക്ഷകളാണ് എന്ന് നിലമ്പൂരുകാരായ നിങ്ങൾ മറന്നു പോകരുതേ എന്ന് മാത്രം വിനയപുരസരം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ജയ് ഹിന്ദ്, JUDF. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.